സെക്രട്ടേറിയറ്റിന് എതിർവശത്തായാണ് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ എം വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ, MLA-മാരായ കോലിക്കോട് കൃഷ്ണൻ നായർ, വി ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം സ്വാഗത സംഘം ഭാരവാഹികളുടെ യോഗവും ചേർന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് നടപ്പാക്കേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനറൽ കൺവീനറും CPI പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് കടകംപള്ളി സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം 2012 ഫെബ്രുവരി മാസം 7 മുതൽ 10 വരെ ഇതാദ്യമായി തലസ്ഥാന നഗരിയിൽ നടക്കുകയാണ്. 13ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു നല്ല പ്രവർത്തന അനുഭവം തലസ്ഥാന നഗരിയിലെ, തലസ്ഥാന ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഏതായാലും ഈ സമ്മേളനം നടക്കുന്ന സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടകൻ ഇവിടെ നമ്മോട്. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, CPIM-ൻ്റെ 20ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനം വിജയകരമായി നടത്താനുള്ള സ്വാഗത സംഘത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഔപചാരികമായി ആദ്യമായും അറിയിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ വളരെ പ്രത്യേകതയാർന്ന പാർട്ടിയാണ് CPIM. ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലക്ക് രാജ്യത്തിലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ രാജ്യത്തിലെ നിക്ഷിപ്ത താൽപ്പര്യമുള്ള ശക്തികളും വലതുപക്ഷ ശക്തികളും അനിശ്ചിതമായി CPIM-നെ കിട്ടാവുന്ന എല്ലാ ഘട്ടങ്ങളിലും വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് സാമ്രാജ്യത്തിനെതിരെ ഉറച്ച നിലപാട് CPIM സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ രാജ്യം നിർഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കൂടുതൽ കൂടുതൽ വഴിപ്പെടുന്ന നിലപാടാണ് രാജ്യത്തിലെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ശരിയായ ദിശാബോധത്തോടെ സാമ്രാജ്യത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്ന പ്രവർത്തനമാണ് CPIM മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദേശീയാടിസ്ഥാനത്തിൽ CPIM-ൻ്റെ പ്രവർത്തനങ്ങൾ ദേശസ്നേഹികളായ ആളുകളിലാകെ മതിപ്പുളവാക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്നുള്ളതിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന യോജിച്ച ജനവികാരം ഉയർന്നു വന്നിട്ടുള്ളത്. അടുത്ത കാലത്ത് തുടരെ ഭൂചലനങ്ങളുണ്ടായപ്പോൾ
ആ ഭൂചലനങ്ങൾ ഒരു പ്രത്യേക റിച്ചർ സ്കെയിലിനപ്പുറം പോയാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നേക്കുമെന്ന വിദഗ്ധാഭിപ്രായം, ഇതെല്ലാം ജനങ്ങളിൽ വൻതോതിലുള്ള 56 അടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വരുന്ന ഊക്കിലാവില്ല. അതാണ് ഗവൺമെൻറ് അതിൽ കണ്ട കാര്യം. സ്വാഭാവികമായും അവിടെ പങ്കെടുത്തവരെല്ലാം അതിനോട് യോജിച്ചു. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം കടുത്ത ബലക്ഷയത്തിൽ നിൽക്കുകയാണ്. അതിന് ശാശ്വതമായ പരിഹാരം, ആ ശാശ്വതമായ പരിഹാരം ഒരു പുതിയ ഡാം പണിയലാണ്. അപ്പോൾ പുതിയ ഡാം പണിയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിനോട് എല്ലാവരും യോജിച്ചു. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയം പരിഗണിച്ച് ചേർന്ന സർവകക്ഷി യോഗം ഇത്തരം നിലപാട്, സുപ്രീം കോടതിയുടെ നിലപാടാണ് പ്രധാനം എന്നും പറയുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യമാണ് നമ്മളും തമിഴ്നാടും തമ്മിൽ നിലനിൽക്കുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് അതീവ ഉത്കണ്ഠ നമുക്കുണ്ട്. അത് എല്ലാ വിദഗ്ധരും സമ്മതിക്കുന്നുമുണ്ട്. IIT റൂർക്കി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് എങ്ങനെയാണ് എതിരാവുക? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് എതിരാകുമായിരുന്നു. എങ്ങനെ? ഈ പറയുന്ന രീതിയിൽ ഒരു ആശങ്കയുമില്ല. പണ്ടേയുള്ള ഡാമാണെങ്കിലും ഒരു ഉള്ളത്. CPIM-ന് ഈ കാര്യത്തിലൊന്നും മറച്ചു വെക്കാനില്ലല്ലോ. തുറന്ന അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അതിലൊരു തരത്തിലുള്ള വക്കീലിന് തോന്നുന്ന കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ എന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് പറയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ജനറൽ എന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന അഭിപ്രായങ്ങൾ ഈ സംസ്ഥാന ഗവൺമെൻറ് അഭിപ്രായമാണെന്ന് ആർക്കാ അറിയാത്തത്? അത് സാധാരണ കോടതി നടപടികളും അഡ്വക്കേറ്റ് ജനറലിൻ്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? പിന്നെ എന്താ ഇതിലിങ്ങനെയൊരു വല്ലാത്ത ഉരുണ്ടുകളി വരാൻ കാരണം? എന്തേ ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ധൃതിപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിനെ ന്യായീകരിക്കാൻ പുറപ്പെട്ടത്? ആരെ ഭാഗത്താ വീഴ്ച? ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ ഒരു കെടുകാര്യസ്ഥ മനോഭാവം പറ്റില്ല. ഇത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങളിപ്പോൾ അതിൻ്റെ മേലെയും വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്നൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇന്ന് UDF ഗവൺമെൻറ്റാണ്. സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ്റേ ഉണ്ടാവും. ആ ഗവൺമെൻറ്റാണ് കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ടത്. ആ മുൻകൈ എടുക്കൽ ഉണ്ടാകുന്നില്ല എന്നതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അതിൽ കെടുകാര്യസ്ഥത സംഭവിക്കുന്നു എന്നുള്ളതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. മറ്റു കാര്യങ്ങളിലെല്ലാം ഞങ്ങളും പിന്തുണ നൽകാൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ഒരു പ്രശ്നത്തിലടക്കം CPIM-നെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു നാടും രാജ്യവുമാണ് നമ്മുടെ നാടും രാജ്യവും എന്ന് നാം ഓർക്കണം. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് CPIM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളെയും CPIM ഫലപ്രദമായി നേരിടാറുണ്ട്. ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി കോൺഗ്രസ് ആയിട്ടാണ് മാറുന്നത്. അതിൻ്റെ വേദിയും നമ്മുടെ കേരളം തന്നെയാണ്. കോഴിക്കോടാണ് ഇത്തവണ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരിനം പ്രത്യയശാസ്ത്ര രേഖ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാനുള്ള സ്വാഗത സംഘത്തിൻ്റെ കേന്ദ്രമായിട്ടാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് 13ാം പാർട്ടി കോൺഗ്രസ് ഈ തലസ്ഥാന നഗരിയിൽ. ആ 13ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് എല്ലാം മാറിയിട്ടുണ്ട് അല്ലേ? ലോകരാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും എല്ലാം മാറി, പുതിയ കാലഘട്ടത്തിലാണ്. എന്നാൽ 13ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കിന്നും ഒരു പച്ചയായ ഓർമ്മയാണ്. ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ 13ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്.